ഇന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ബുദ്ധൻ ചിരിക്കുന്നു 1974 പൊക്രാനിലെ ആണവ വിസ്ഫോടന പരീക്ഷണങ്ങളുടെ കോഡ് വാക്കായിരുന്നു അത്. ബുദ്ധൻ വീണ്ടും ചിരിച്ചു. 1998 മെയ് 11 അത്. പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പത്രസമ്മേളനത്തിൽ ഇന്ത്യ 5 ആണവ പരീക്ഷണങ്ങൾ നടത്തിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. പിന്നീട് പരീക്ഷണ സ്ഥലത്തേക്ക് പ്രധാനമന്ത്രി നടത്തിയ യാത്രയുടെ പത്രങ്ങളിലെ വിവരണങ്ങളുടെ ചിത്രങ്ങളിലാണ് ആദ്യമായി അദ്ദേഹത്തിനൊപ്പം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കാണുന്നത്. ശക്തി 98 എന്നറിയപ്പെട്ട ആണവ പരീക്ഷണ പദ്ധതിയുടെ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അക്കാലത്ത് പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾ എന്നൊക്കെ പറയുന്ന ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ തോന്നിയ വളരെ അപൂർവം ചില നിമിഷങ്ങളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പങ്കെടുത്ത ചില പരിപാടികൾ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഒരു ഈവന്റ് മാനേജർ അല്ലെങ്കിൽ ഒരു ഈവന്റ് മാനേജ്മെന്റ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഒരുപാട് പരിപാടികൾ എത്രയോ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നുന്ന ചില നിമിഷങ്ങളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കേരളത്തിലെ ചില പരിപാടികൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. 2005 ജൂലൈ 29 ആദ്യം അദ്ദേഹത്തിന്റെ പരിപാടി കൈകാര്യം ചെയ്യുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ കോട്ടയത്ത് അദ്ദേഹം എത്തിയപ്പോഴാണ്. അതിനു മുൻപും അദ്ദേഹം വന്നിരുന്ന ഫംഗ്ഷൻസിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയത്തെ ഈ ഫംഗ്ഷൻ വലിയൊരു ഫംഗ്ഷനായിരുന്നു. ഒരു രാഷ്ട്രത്തലവൻ എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരു പ്രസിഡന്റിന് ഒരുക്കേണ്ടത്. ഒരു ഇവന്റ് മാനേജർ എന്ന രീതിയിൽ ഉയർന്ന പ്രോട്ടോകോൾ ഇവന്റാണിത്. ഒരുപാട് ഏജൻസികൾ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഇത് നടത്തുക. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥർ, സ്റ്റേറ്റ് പോലീസ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ എല്ലാ ഗവൺമെന്റ് വകുപ്പുകളും ഏജൻസികളും ഏകോപിപ്പിച്ചാണ് ഒരു ഇവന്റ് മാനേജർ വർക്ക് ചെയ്യേണ്ടി വരിക. കടുത്ത സമ്മർദ്ദത്തിലും ഒരുപാട് ദിവസങ്ങൾ ഉറങ്ങാതെയും ജോലി ചെയ്യേണ്ടി വരുന്ന ആ ദിവസങ്ങളുടെയൊക്കെ അവസാനം എന്നെ പോലുള്ളവർക്ക് സന്തോഷം തോന്നുന്നത് അദ്ദേഹം വരുന്ന ആ ഒരു ദിവസമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം എത്തിച്ചേർന്ന ദിവസം ആൾക്കൂട്ടത്തിൽ ഒരാളായിരുന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അതുവരെ ജോലി ചെയ്ത സമ്മർദ്ദവും ക്ഷീണവും എല്ലാം നമ്മൾ മറന്നുപോകും. അത്രയ്ക്ക് ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും. പരിപാടിയുടെ ഉള്ളടക്കം എന്തു തന്നെ ആയാലും കുട്ടികളോട് സംവദിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരിപാടികളിലെ പ്രധാന ആകർഷണം. മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള എല്ലാ രാഷ്ട്രത്തലവന്മാരും പ്രധാനമന്ത്രിമാരും ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടനെ വേദിയിൽ നിന്ന് പോകുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ശീലങ്ങൾ മറ്റൊന്നായിരുന്നു. അദ്ദേഹം ഓരോ ചടങ്ങുകൾ കഴിയുമ്പോഴും കുട്ടികളെ കാണുവാൻ അവരുടെ അരികിലേക്ക് എത്തുമായിരുന്നു. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും മറന്ന് അദ്ദേഹം ആവേശത്തോടെയും ഊർജ്ജസ്വലനായും കുട്ടികളോട് സംസാരിക്കുമായിരുന്നു. അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി. അവരെ സ്വപ്നം കാണുവാനും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാനും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഗാന്ധിജിക്ക് ശേഷം ഓരോ ഇന്ത്യക്കാരനെയും ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കുകയില്ല. ഗാന്ധിജി സ്വതന്ത്രമായ ഇന്ത്യ സ്വപ്നം കാണാൻ പഠിപ്പിച്ചപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മെ ഒരു പുതിയ ഇന്ത്യ എങ്ങനെ പടുത്തുയർത്തണമെന്ന് വീണ്ടും വീണ്ടും നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുകയോ അദ്ദേഹവുമായി സംസാരിക്കുകയോ ചെയ്ത കുട്ടികൾ പിന്നീട് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയായി അവർക്ക് തോന്നിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ തന്നെ ആയിരുന്നിരിക്കണം. രണ്ടാമത് അതേ വർഷം ഡിസംബർ 18 തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടുള്ള ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്തിയപ്പോൾ ആ ചടങ്ങ് മാനേജ് ചെയ്യാനും എനിക്ക് സാധിച്ചു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യേണ്ടിയിരുന്ന രാഷ്ട്രപതി സന്ദർശനമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ 10-12 ദിവസങ്ങൾ മാത്രമേ അതിന്റെ തയ്യാറെടുപ്പിന് കിട്ടിയുള്ളൂ. എങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ചില കാര്യങ്ങൾ ആ വരവിൽ ചെയ്യണമെന്ന് സംഘാടകരുൾപ്പെടെയുള്ള ആൾക്കാരുടെ കൂടെ തീരുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായിരുന്ന ഇളം നീല നിറമായിരുന്നു വേദിയുടെയും മറ്റും
ഡിസൈൻ ആയി ഉപയോഗിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും ചെയ്യുവാൻ തീരുമാനിക്കുകയും അതൊരു സർപ്രൈസ് പോലെ ആക്കുവാനും തീരുമാനിച്ചിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതിയ ഒരു ഇംഗ്ലീഷ് കവിത സംഗീത സംവിധാനം ചെയ്ത അദ്ദേഹത്തിന് പരിപാടിക്കിടയിൽ അത് കേൾപ്പിക്കുവാൻ തീരുമാനിച്ചു. പിൽക്കാലത്ത് പ്രശസ്തനായ സംഗീത സംവിധായകനായി മാറിയ അഫ്സൽ യൂസഫ് എന്ന മ്യൂസിഷ്യനെയാണ് ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത്. സാധാരണ ഒരു കവിതയുടെ ഭാഷയല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ജോലി പോലെ തന്നെ സങ്കീർണമാണ് അദ്ദേഹത്തിൻ്റെ കവിതയും. വളരെ കടുപ്പമുള്ള ഭാഷയാണ് അദ്ദേഹത്തിൻ്റെത്. അഫ്സൽ യൂസഫ് നമ്മളെ നിരാശപ്പെടുത്തിയില്ല. അദ്ദേഹവും സംഘവും വെഞ്ഞാറമ്മൂട് എത്തുകയും ഒരാഴ്ചയോളം അവിടെ താമസിച്ച് അവിടെയുള്ള MBBS വിദ്യാർത്ഥിനികളെ കൊണ്ട് തന്നെ പരിശീലിപ്പിക്കുകയും പാടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുൻപിൽ അദ്ദേഹം തന്നെ രചിച്ച കവിത പുതിയ ഈണവുമായി പാടിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ അതിശയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചടങ്ങുകൾ അവസാനിക്കുമ്പോൾ കലാം സാർ വേദിയിൽ നിന്ന് താഴേക്ക് വന്ന് കുട്ടികളെയും അഫ്സൽ യൂസഫിനെയും പ്രത്യേകം അഭിനന്ദിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് ആ ചടങ്ങ് വളരെ ഇഷ്ടമായെന്നും വിദ്യാർത്ഥികളുടെ കവിതയുടെ അവതരണം സർപ്രൈസ് ആയി എന്നും അറിയിച്ചു. പിറ്റേന്ന് ദിനപത്രങ്ങളിൽ അദ്ദേഹവും അഫ്സൽ യൂസഫും വിദ്യാർത്ഥിനികളും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം മുൻ പേജിൽ കേരളം അങ്ങോളം ഇങ്ങോളം വരികയും ചെയ്തു. തിരുവനന്തപുരം പോത്തൻകോടുള്ള ശാന്തിഗിരി ആശ്രമത്തിലെയും അവിടെ തന്നെയുള്ള സിദ്ധ ആയുർവേദ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായുള്ള ആശയവിനിമയത്തിന്റെ ഭാഗമാകുവാനും അടുത്ത വർഷം അവസരമുണ്ടായി. അവിടെയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവർ കുട്ടികളായിരുന്നു. അതും ഒരു സന്തോഷകരമായ ഓർമ്മയായി മാറി. എന്തുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യക്കാർക്ക് പ്രിയങ്കരനായ രാഷ്ട്രപതിയായത്? ഒരുപക്ഷെ സാധാരണ ശാസ്ത്രജ്ഞൻ മുതൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വരെ താനുമായി ഇടപെട്ട എല്ലാവരോടും ലളിതമായ രീതിയിൽ പെരുമാറുകയും എല്ലാ കാലത്തും കുട്ടികളെ സ്വപ്നം കാണുവാനായി പഠിപ്പിച്ചതുകൊണ്ടും ആയിരിക്കാം. അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങിലെ എല്ലാ വേദികളിലും അദ്ദേഹം കുട്ടികളെ കൊണ്ട് സ്വപ്നം കാണുവാൻ ഉള്ള പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ, പ്രധാനമന്ത്രിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ്, രാജ്യത്തെ ആണവ പദ്ധതിയുടെ തലവൻ, രാഷ്ട്രപതി തുടങ്ങിയ സുപ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തും അദ്ദേഹം ഒരു സാധാരണ അധ്യാപകനെ പോലെ രാജ്യം മുഴുവൻ സഞ്ചരിച്ചു, സംസാരിച്ചു, എല്ലാവരെയും തന്റെ വാക്കുകൾ കൊണ്ട് പ്രചോദിപ്പിച്ചു. വളരെ വിനയത്തോടുകൂടി അദ്ദേഹം ഇടപെടുന്ന എല്ലാവരോടും പെരുമാറുകയും ചെയ്തു. എനിക്കറിയാവുന്ന ഒരു സംഭവം എൻ്റെ അടുത്ത സുഹൃത്ത് മലയാള മനോരമയ്ക്ക് വേണ്ടി പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒരു വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഒരുക്കിയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. തലേ ദിവസം ട്രയൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി അദ്ദേഹം ആ മുറിയിലേക്ക് കടന്നു വന്നു. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് എറണാകുളത്തെ വേദിയിലുള്ള ആൾക്കാരെ അഭിസംബോധന ചെയ്യുവാൻ തയ്യാറാക്കിയ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിൽ രാഷ്ട്രപതി തന്നെ ട്രയലിനെത്തിയത് സംഘാടകരെയും അത്ഭുതപ്പെടുത്തി. അവരോട് ഓരോരുത്തരോടും കുശലങ്ങൾ ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പിറ്റേന്ന് നടക്കുന്ന പരിപാടിയിൽ കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുകയും ചെയ്തു. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ട്രയലിൽ പങ്കെടുക്കുക, അദ്ദേഹത്തിനല്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ ആർക്ക് കഴിയും? തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് തിളക്കമുള്ള ഓർമ്മകളാണ് എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന് അദ്ദേഹം നൽകിയത്. അത്യുന്നത പദവികളും ഉയർന്ന ചിന്താഗതിയുമായി ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് അദ്ദേഹത്തിന്റെ മറ്റൊരു ജന്മദിനത്തിൽ 1 കോടി പ്രണാമങ്ങൾ.